ഡിയർ സ്റ്റുഡൻസ്, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കെമിക്കൽ പൊട്ടൻഷ്യൽ എന്താണെന്നൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഗിബ്സ് ഡ്യൂഹാം ഇക്വേഷനും കണ്ടീഷൻ ഫോർ ഇക്വിലിബ്രിയം ബിറ്റ്വീൻ ഫേസസും നമ്മൾ പറഞ്ഞു. ദെൻ കെമിക്കൽ പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ ഒരു പാർഷ്യൽ മോളാർ പ്രോപ്പർട്ടി ആണ്. അതായത് പാർഷ്യൽ മോളാർ ഗിബ്സ് ഫ്രീ എനർജിനെയാണ് നമ്മൾ കെമിക്കൽ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കാൻ പോകുന്നത് പ്യുവർ ഐഡിയൽ ഗ്യാസിന്റെയും അതുപോലെ തന്നെ മിക്സ്ചർ ഓഫ് ഐഡിയൽ ഗ്യാസിൽ ഒരു കമ്പോണന്റിന്റെയും കെമിക്കൽ പൊട്ടൻഷ്യൽ എന്തായിരിക്കും എന്നുള്ളതാണ്. അതിന്റെ എക്സ്പ്രഷൻ ആണ് നമ്മൾ ഡിറൈവ് ചെയ്യാൻ പോകുന്നത്. സോ കെമിക്കൽ പൊട്ടൻഷ്യൽ ഓഫ് പ്യുവർ ഐഡിയൽ ഗ്യാസ്. പ്യുവർ ഐഡിയൽ ഗ്യാസ് എന്ന് പറഞ്ഞാൽ ഒറ്റ കമ്പോണന്റ് മാത്രമേ ഉള്ളൂ. സോ കെമിക്കൽ പൊട്ടൻഷ്യൽ ഓഫ് പ്യുവർ ഐഡിയൽ ഗ്യാസ് നമ്മൾ തെർമോഡൈനാമിക്സിൽ പഠിച്ചിട്ടുണ്ട്. ഡി ജി എന്ന് പറയുന്നത് വി ഡി പി മൈനസ് എസ് ഡി പി ആണ്. ഡി ജി ഇസ് ഈക്വൽ ടു വി ഡി പി മൈനസ് എസ് ഡി ടി. ഇനി അറ്റ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ എന്ത് സംഭവിക്കും? ഡി ടി സീറോ ആവും. ഡി ടി ഈക്വൽ ടു സീറോ വരും. സോ ഈ ടേം പോകും. ഓക്കെ, അപ്പൊ നമുക്ക് ഡി ജിന്റെ എക്സ്പ്രഷൻ എന്ത് വരും? ഡി ജി ഇസ് ഈക്വൽ ടു വി ഡി പി എന്ന് വരും. അതിന് നമുക്ക് ഇക്വേഷൻ നമ്പർ 1 എന്ന് കൊടുക്കാം. ദെൻ നമ്മൾ ഇത് ഇന്റഗ്രേറ്റ് ചെയ്യാൻ പോവാണ് ഈ എക്സ്പ്രഷൻ. സോ നമ്മുടെ ഇനീഷ്യൽ സ്റ്റേറ്റ് എന്ന് പറയുന്നത് ഈക്വൽ ടു പ്രഷർ എന്ന് പറയുന്നത് പി ഇനീഷ്യൽ എന്ന് പറയുന്നത് 1 ബാർ ആണ്. ആൻഡ് പി ഫൈനൽ, അതായത് ഫൈനൽ സ്റ്റേറ്റ് എന്ന് പറയുന്നത് പി ഫൈനൽ എന്ന് പറയുന്നത് പി ബാർ പ്രഷർ ആണ്. ഓക്കെ, 1 ബാർ പ്രഷറിലുള്ള ഗിബ്സ് ഫ്രീ എനർജിനെയാണ് നമ്മൾ G0 എന്ന് പറയുന്നത്. ഓക്കെ, അതായത് സ്റ്റാൻഡേർഡ് ഗിബ്സ് ഫ്രീ എനർജി. ഓക്കെ, ദെൻ ഫൈനൽ സ്റ്റേറ്റിൽ, അതായത് പി ബാർ പ്രഷറിലുള്ള ഗിബ്സ് ഫ്രീ എനർജി ഫൈനലിനെ നമ്മൾ G എന്ന് കൊടുക്കുന്നു. ഓക്കെ, ഇനി നമ്മൾ ഇക്വേഷൻ 1നെ ഇന്റഗ്രേറ്റ് ചെയ്യാണ്. ഇക്വേഷൻ 1നെ ഇന്റഗ്രേറ്റ് ചെയ്താൽ എന്ത് സംഭവിക്കും? ഇന്റഗ്രൽ ഓഫ് ഡി ജി, ലിമിറ്റ് എന്ന് പറയുന്നത് G ഇനീഷ്യൽ ടു G ഫൈനൽ ആണ്, ഈക്വൽ ടു ഇന്റഗ്രൽ ഓഫ് പി ഇനീഷ്യൽ ടു പി ഫൈനൽ വി ഡി പി. ഇനി നമ്മൾ പറഞ്ഞു, നമ്മൾ കൺസിഡർ ചെയ്ത സിസ്റ്റം എന്ന് പറയുന്നത് ഐഡിയൽ ഗ്യാസ് ആണ്. നമുക്കറിയാം, ഫോർ എൻ ഐഡിയൽ ഗ്യാസ് പി വി ഇസ് ഈക്വൽ ടു എൻ ആർ ടി. സോ നമുക്ക് ഇവിടെ വോളിയത്തിന് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. എന്ത് വരും? വി ഇസ് ഈക്വൽ ടു എൻ ആർ ടി ഡിവൈഡഡ് ബൈ പി എന്ന് വരും. സോ നമ്മുടെ എക്സ്പ്രഷൻ ഇന്റഗ്രൽ ജി ഐ ടു ജി എഫ് ഡി ജി ഇസ് ഈക്വൽ ടു ഇന്റഗ്രൽ പി ഐ ടു പി എഫ്. വിക്ക് പകരം നമ്മൾ എൻ ആർ ടി ബൈ പി ഡി പി എന്ന് കൊടുക്കുകയാണ്. അപ്പൊ എന്ത് സംഭവിക്കും? നമുക്കറിയാം ഇവിടെ എൻ ആർ ടി എന്താണ്? കോൺസ്റ്റന്റ് ആണ്. അപ്പൊ അതിനെ നമുക്ക് പുറത്തേക്ക് എടുക്കാം. അപ്പോൾ ഈ സൈഡ് ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഡി ജിന്റെ ഇന്റഗ്രൽ ജി ആണ്. ഓക്കെ, ജി ഐ ടു ജി എഫ്. ദെൻ ഇവിടെ നമ്മൾ എൻ ആർ ടി കോൺസ്റ്റന്റ് ആണ്, പുറത്തെടുത്തു. ദെൻ 1 ബൈ പി ഡി പിന്റെ ഇന്റഗ്രൽ എന്ന് പറയുന്നത് ലോഗ് പി ആണ്. ഓക്കെ, ലോഗ് പി ഫ്രം പി ഇനീഷ്യൽ എന്ന് പറഞ്ഞാൽ 1 ബാർ ആണ്, പി ഫൈനൽ എന്ന് പറഞ്ഞാൽ പി ബാർ ആണ്. ഓക്കെ, അപ്പൊ നമ്മൾ കൊടുക്കുകയാണ്. അപ്പൊ അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് ഇസ് ഈക്വൽ ടു എൻ ആർ ടി ഇൻറ്റു അപ്പർ ലിമിറ്റ് എന്ന് പറഞ്ഞാൽ ലോഗ് പി മൈനസ് ലോവർ ലിമിറ്റ് എന്ന് പറഞ്ഞാൽ ലോഗ് 1. ലോഗ് 1 എന്ന് പറയുന്നത് എന്താണ്? 0 ആണ്. സോ നമുക്ക് എന്ത് കിട്ടി? ജി എഫ് ഇസ് ഈക്വൽ ടു, ജി എഫിനെ നമ്മൾ ജി എന്ന് പറഞ്ഞത്. ഓക്കെ, നമ്മൾ ജി എഫിന് ജിയും ജി ഐക്ക് G0 എന്ന് കൊടുത്തിട്ടുള്ളത്. നമ്മൾ അതിവിടെ കൊടുക്കുന്ന സമയത്ത് എന്ത് സംഭവിക്കും? ജി മൈനസ് G0 ഈക്വൽ ടു എൻ ആർ ടി ലോഗ് പി എന്ന് വരും. ഓക്കെ, therefore G is equal to G0 plus nRT log P എന്ന് വരും. ഇനി നമ്മൾ ഡിവൈഡ് ത്രൂ ഔട്ട്, ഡിവൈഡ് ത്രൂ ഔട്ട് ബൈ n വെച്ചിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്യാണ് ദ ഹോൾ ഇക്വേഷൻ. എന്ത് വരും? G by n is equal to G0 by n പ്ലസ് nRT by n ചെയ്താൽ ആ 2 n ക്യാൻസൽ ആക്കി പോയി. സോ RT log P എന്ന് വരും. G by n നമുക്ക് മ്യൂ എന്ന് എഴുതാം. ഓക്കെ, G0 എന്ന് പറഞ്ഞാൽ μ0 എന്ന് എഴുതാം, പ്ലസ് RT ln P. സോ ഇതാണ് നമ്മുടെ എക്സ്പ്രഷൻ. അതായത് കെമിക്കൽ പൊട്ടൻഷ്യൽ ഫോർ എ പ്യുവർ ഐഡിയൽ ഗ്യാസിന്റെ കെമിക്കൽ പൊട്ടൻഷ്യൽ ആണ് മ്യൂ ഈക്വൽ ടു μ0 RT ln P. പ്യുവർ ഗ്യാസിന്റെ കെമിക്കൽ പൊട്ടൻഷ്യൽ ആണ് ഇപ്പൊ നമുക്ക് കിട്ടിയിട്ടുള്ളത്. അതായത് മ്യൂ ഈക്വൽ ടു μ0 പ്ലസ് RT ln P. ഇതാണ് നമ്മുടെ പ്യുവർ ഐഡിയൽ ഗ്യാസിന്റെ കെമിക്കൽ പൊട്ടൻഷ്യലിനുള്ള എക്സ്പ്രഷൻ. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു മിക്സ്ചർ ഓഫ് ഐഡിയൽ ഗ്യാസ് എടുക്കുകയാണ്. ഓക്കെ, അപ്പൊ നമ്മളൊരു സിസ്റ്റം ഉണ്ട്. സിസ്റ്റം എന്ന് പറയുന്നത് മിക്സ്ചർ ഓഫ് ഐഡിയൽ ഗ്യാസാ.
അപ്പൊ അതിൽ ഫസ്റ്റ് കമ്പോണന്റ് ഉണ്ടാവും, സെക്കൻഡ് ഗ്യാസ് ഉണ്ടാവും, തേർഡ് ഗ്യാസ് ഉണ്ടാവും, അങ്ങനെ ഐ നമ്പർ ഓഫ് ഗ്യാസസ് ഉണ്ടാവും. ഓക്കെ, ഓരോന്നിന്റെ കെമിക്കൽ പൊട്ടൻഷ്യലും μ1, μ2, μ3 എക്സെട്ര μi ആണ്. ഓക്കെ, അപ്പൊ ഒരു മിക്സ്ചർ ഓഫ് ഐഡിയൽ ഗ്യാസിൽ ഒരെണ്ണത്തിന്റെ കെമിക്കൽ പൊട്ടൻഷ്യൽ എന്താണെന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. സോ chemical potential of an ideal gas in a mixture of ideal gas, in a mixture of ideal gas. സോ അതിന്റെ എക്സ്പ്രഷൻ ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. സോ നമുക്കറിയാം μi എന്ന് പറയുന്നത്, നേരത്തെ ഐഡിയൽ ഗ്യാസിന്റെ കെമിക്കൽ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് μi ഇസ് ഈക്വൽ ടു μ0i പ്ലസ് RT ലോഗ് PI ആണ് എന്ന് അറിയാം. ഓക്കെ, μi ഈക്വൽ ടു μ0RT ലോഗ് PI ആണ്. ഓക്കെ, ദെൻ നമ്മളെ റോൾസ് ലോ പ്രകാരം PI ഇസ് ഈക്വൽ ടു Ki ഇൻറ്റു P. Ki എന്ന് പറയുന്നത് മോൾ ഫ്രാക്ഷൻ ആണ്, ആൻഡ് P എന്ന് പറയുന്നത് ടോട്ടൽ പ്രഷർ ആണ്. ഓക്കെ, സോ നമ്മൾ ഇതിന് ഇക്വേഷൻ നമ്പർ 1 കൊടുക്കുകയാണെങ്കിൽ നമ്മൾ ഈ എക്സ്പ്രഷൻ, അതായത് ഈ 2 എന്ന് പറയുന്നത് 1ൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഓക്കെ, അപ്പോ സബ്സ്റ്റിറ്റ്യൂട്ട് 2 ഇൻ 1 എന്ത് സംഭവിക്കും? μi ഇസ് ഈക്വൽ ടു μ0i പ്ലസ് RT ln PIക്ക് പകരം നമ്മൾ എന്ത് കൊടുക്കുകയാണ്? Ki ഇൻറ്റു P എന്ന് കൊടുക്കുകയാണ്. ഓക്കെ, സോ μi ഇസ് ഈക്വൽ ടു μ0i പ്ലസ് RT കോൺസ്റ്റന്റ് ആണ്, ദെൻ ലോഗ് Ki പ്ലസ് ലോഗ് P എന്ന് വരും. ഓക്കെ, നമുക്കതിനെങ്ങനെ എഴുതാം? μi ഇസ് ഈക്വൽ ടു μ0i പ്ലസ് RT ലോഗ് xi, RT ലോഗ് Ki പ്ലസ് RT ലോഗ് P. ഓക്കെ, RT ലോഗ് P. അതിനെ നമ്മൾ ഒന്നും കൂടെ റീഅറേഞ്ച് ചെയ്ത് എഴുതാണെങ്കിൽ μi ഇസ് ഈക്വൽ ടു μ0i പ്ലസ് RT ലോഗ് P പ്ലസ് RT ലോഗ് Ki. ഇനി ഇതൊന്ന് ശ്രദ്ധിച്ചേ, μi0 പ്ലസ് RT ln P. നോക്കിക്കേ, μ0 പ്ലസ് RT ln P. ഓക്കെ, μi0 പ്ലസ് RT ln P, μ0 പ്ലസ് RT ln P. μ0 പ്ലസ് RT ln P എന്ന് പറയുന്നത് എന്താണ്? കെമിക്കൽ പൊട്ടൻഷ്യൽ ഓഫ് പ്യുവർ ഗ്യാസ് ആണ്. ഓക്കെ, കെമിക്കൽ പൊട്ടൻഷ്യൽ ഓഫ് പ്യുവർ ഗ്യാസ് ആണ്. സോ നമുക്ക് ഇവിടെ എങ്ങനെ എഴുതാം? μi ഇസ് ഈക്വൽ ടു μi സ്റ്റാർ. ഇവിടെ ഈ സ്റ്റാർ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിച്ചത് പ്യുവർ ഗ്യാസ് ആവുന്ന സമയത്തുള്ള കെമിക്കൽ പൊട്ടൻഷ്യൽ ആണ്. ഓക്കെ, ഈ ഹോൾ ടേമിൽ നമ്മൾ എന്ത് കൊടുത്തു? μi സ്റ്റാർ എന്ന് കൊടുത്തു. μi സ്റ്റാർ എന്ന് പറയുന്നത് പ്യുവർ ഗ്യാസിന്റെ കെമിക്കൽ പൊട്ടൻഷ്യൽ ആണ് ഇൻ സെയിം ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ, ദെൻ പ്ലസ് RT ലോഗ് xi. അപ്പൊ ഇതാണ് മിക്സ്ചർ ഓഫ് ഐഡിയൽ ഗ്യാസിന്റെ ഐഡിയൽ ഗ്യാസ് മിക്സ്ചറിലെ ഒരു കമ്പോണന്റിന്റെ കെമിക്കൽ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത്. പിന്നെ മിക്സ്ചർ ഓഫ് ഐഡിയൽ ഗ്യാസിൽ ഒരു കമ്പോണന്റിന്റെ കെമിക്കൽ പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ μi ഇസ് ഈക്വൽ ടു μ0i പ്ലസ് RT ln xi എന്നുള്ളതാണ്. ഓക്കെ, ഇനി ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്നുണ്ടെങ്കിൽ, നമ്മൾ ഒരൊറ്റ കമ്പോണന്റ് ഉള്ളൂ എന്ന് വിചാരിക്കുക. ഓൺലി വൺ കമ്പോണന്റ് പ്രസന്റ്, അതായത് പ്യുവർ കേസ് ആണ്, നമ്മൾ പ്യുവർ ഗ്യാസിന്റെ കേസാണ്, വൺ കമ്പോണന്റ് ആണെന്ന് പറയുമ്പോൾ. അപ്പൊ നമുക്കറിയാം Ki ഓൺലി വൺ കമ്പോണന്റ് ആണെന്നുണ്ടെങ്കിൽ അതിന്റെ Ki എന്ന് പറയുന്നത് 1 ആണ്. സം ഓഫ് മോൾ ഫ്രാക്ഷൻ എന്ന് പറയുന്നത് എപ്പോഴും യൂണിറ്റി ആയിരിക്കും. ഓക്കെ, ഒറ്റ കമ്പോണന്റേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ അതിന്റെ മോൾ ഫ്രാക്ഷൻ എന്ന് പറയുന്നത് 1 ആണ്. അപ്പൊ നമ്മൾ എക്സ്പ്രഷൻ എന്തായിട്ട് മാറി? μi ഈക്വൽ ടു μi സ്റ്റാർ പ്ലസ് RT ലോഗ് Ki എന്നുള്ളത് നമ്മൾ ലോഗ് 1 എന്ന് കൊടുക്കും. ആൻഡ് ലോഗ് 1ന്റെ വാല്യൂ എന്താണ്? 0 ആണ്. നമ്മുടെ എക്സ്പ്രഷൻ എന്തായിട്ട് മാറി? μi ഇസ് ഈക്വൽ ടു μi സ്റ്റാർ, ദാറ്റ് ഇസ് പ്യുവർ കമ്പോണന്റിന്റെ എക്സ്പ്രഷൻ തന്നെ നമുക്ക് കിട്ടി. ഓക്കെ, ഇനി നമ്മളൊരു മിക്സ്ചർ കൺസിഡർ ചെയ്യാണ്. അപ്പൊ ഒരു മിക്സ്ചർ ആവുമ്പോൾ, ഇൻ എ മിക്സ്ചർ, ഒരു മിക്സ്ചറിൽ മോൾ ഫ്രാക്ഷൻ ഓഫ് എനി കമ്പോണന്റ് എന്ന് പറയുന്നത് ആൾവേസ് ലെസ് ദാൻ 1 ആയിരിക്കും. കാരണം സമ്മ് നമുക്ക് എപ്പോഴും 1 കിട്ടണം. അപ്പൊ ഒരു കമ്പോണന്റിന്റെ മോൾ ഫ്രാക്ഷൻ എന്ന് പറയുന്നത് എപ്പോഴും 1നേക്കാൾ കുറവായിരിക്കും. അപ്പൊ എന്ത് സംഭവിക്കും? അപ്പൊ ലോഗ് Ki എന്ന് പറയുന്നത്, ഓക്കെ, ഇത് 1നേക്കാൾ ചെറിയ സംഖ്യ ആവുമ്പോൾ ലോഗ് Ki എന്ന് പറയുന്നത് ഒരു നെഗറ്റീവ് ക്വാണ്ടിറ്റി ആയിരിക്കും. സോ നമുക്ക് എന്ത് കിട്ടും? μi ഇസ് ഈക്വൽ ടു, ദാറ്റ് ഇസ് μi ഇസ് ഓൾവേസ് ലെസ് ദാൻ μi സ്റ്റാർ എന്ന് കിട്ടും. ദാറ്റ് ഈസ് ലോഗ് Ki എന്ന് പറയുന്നത് നെഗറ്റീവ് ആകുമ്പോൾ ഇവിടെ നമ്മൾ മൈനസ് ചെയ്യുക. ഓക്കെ, μi സ്റ്റാർ എന്നൊരു ക്വാണ്ടിറ്റി മൈനസ് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പൊ ഓൾവേസ് ഈ μi എന്ന് പറയുന്നത് എന്തായിരിക്കും? മീൻസ് ലെസർ ദാൻ μi സ്റ്റാർ. കാരണം μi സ്റ്റാർ എന്നൊരു ക്വാണ്ടിറ്റിനെ മൈനസ് ചെയ്തിട്ടാണ് നമുക്ക് μi കിട്ടുന്നത്. സോ μi എന്ന് പറയുന്നത് ഓൾവേസ് ലെസ് ദാൻ μi സ്റ്റാർ. അതാണ് നമ്മളിവിടെ പറയുന്നത്. ഓക്കെ, chemical potential of any gas in a mixture is always less than chemical potential of pure gas under the same total pressure. Okay,
സെയിം കണ്ടീഷൻ ഇതാണ്, സെയിം ടോട്ടൽ പ്രഷർ. ആ കണ്ടീഷനിൽ ഏതൊരു ഗ്യാസിന്റെ കെമിക്കൽ പൊട്ടൻഷ്യലും, നമ്മൾ മിക്സ്ചറാണ് കൺസിഡർ ചെയ്യുന്നത്, ആ മിക്സ്ചറിൽ ഏതൊരു ഗ്യാസിന്റെ കെമിക്കൽ പൊട്ടൻഷ്യലും എപ്പോഴും എന്തായിരിക്കും, ലെസ് ദാൻ ദ കെമിക്കൽ പൊട്ടൻഷ്യൽ ഓഫ് ദ പ്യുവർ ഗ്യാസ് അണ്ടർ ദ സെയിം ടോട്ടൽ പ്രഷർ. പ്യുവർ ഗ്യാസിന്റെ കെമിക്കൽ പൊട്ടൻഷ്യലിനേക്കാൾ കുറവായിരിക്കും മിക്സ്ചർ വരുന്ന സമയത്ത് എന്നുള്ളതാണ്. സോ കെമിക്കൽ പൊട്ടൻഷ്യൽ ഓഫ് എനി ഗ്യാസ് ഇൻ എ മിക്സ്ചർ ഇസ് ഓൾവേസ് ലെസ് ദാൻ കെമിക്കൽ പൊട്ടൻഷ്യൽ ഓഫ് പ്യുവർ ഗ്യാസ് അണ്ടർ ദ സെയിം ടോട്ടൽ പ്രഷർ. ഓക്കെ, അപ്പൊ നമ്മൾ രണ്ട് എക്സ്പ്രഷൻസ് ആണ് കണ്ടത്. ഫസ്റ്റ് വൺ കെമിക്കൽ പൊട്ടൻഷ്യൽ ഓഫ് പ്യുവർ ഐഡിയൽ ഗ്യാസ്. പ്യുവർ ഐഡിയൽ ഗ്യാസിന്റെ കെമിക്കൽ പൊട്ടൻഷ്യൽ എന്തായിരുന്നു, mu ഈക്വൽ ടു mu0 പ്ലസ് RT/ln P. ഇതിനെ നമ്മൾ മിക്സ്ചറിലെ ഒരു കമ്പോണന്റിനെ കണ്ടു, ദാറ്റ് ഇസ് mu I is equal to mu I star, ദാറ്റ് ഇസ് പ്യുവർ കമ്പോണന്റിന്റെ പ്ലസ് RT log I എന്നുള്ളതാണ്. ഓക്കെ, ഇനി നമ്മൾ അടുത്ത ക്ലാസ്സിൽ റിയൽ ഗ്യാസിന്റെ കെമിക്കൽ പൊട്ടൻഷ്യലിനുള്ള എക്സ്പ്രഷൻ ആണ് കാണാൻ പോകുന്നത്.